ഇപ്പൊ നമ്മൾ ഈ പൊട്ടിത്തെറികളുടെ കാര്യം തന്നെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പൊട്ടിത്തെറികളുടെ അടിസ്ഥാനം ഈ പരലോക ചിന്തയാണ്. പരലോക ചിന്ത എന്ന് പറയുന്നത് സ്വർഗത്തിൽ ആദ്യത്തെ സ്ഥാനത്തിലേക്ക് ഈ ഷഹീദാകുന്നവര്, ദീനിന്റെ മാർഗത്തിൽ ഷഹീദാവുന്നവർ മാറുന്നു എന്നാണ്. ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ സ്വയം പൊട്ടിത്തെറിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾ നഗരമധ്യത്തിൽ പോയി ജനമധ്യത്തിൽ പോയാണ് പൊട്ടിത്തെറിക്കുന്നത്. അപ്പൊ അവന്റെ ആ പരലോക ചിന്ത ശരിക്കും ഇപ്പൊ വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് വിമാനം ഇടിച്ചിറക്കുന്നവര് അവർ ശരിക്കും പരലോക ചിന്ത ഉള്ളവരാ. ആ പരലോക ചിന്തയാണ് ഈ നാശം വിതയ്ക്കുന്നത്. അതേസമയം സാധാരണ ഇപ്പോൾ ഒരു 90% വരുന്ന ആളുകൾ അവർക്ക് ഡൗട്ടുണ്ട്. അവരെ പെട്ടെന്ന് വിളിച്ചാൽ അവർ പോവില്ല. അവർ അവസാനത്തെ കീമോതെറാപ്പിയും കഴിഞ്ഞേ പോകത്തുള്ളൂ. ഇതൊരു ബസ് സ്റ്റേഷനാണ്, കാത്തിരിപ്പ് കേന്ദ്രമാണ് എന്നൊക്കെ പറയുമെങ്കിലും ജീവിതത്തിന്റെ അവസാന തുള്ളി വരെ, അതായത് ഇനി വേറൊരു ജീവിതമില്ല എന്നുള്ള ഒരു ബോധ്യത്തോടെ ഒരു മനുഷ്യൻ ചെയ്യുന്ന എന്തൊക്കെയാണോ, ലാസ്റ്റ് വണ്ടിയാണിത്, വേറെ വണ്ടിയില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി ഒരാൾ യാത്ര ചെയ്യുന്നതിന്റെ അതേ ബോധത്തോടു കൂടിയാണ് മിക്കവാറും മതവിശ്വാസികൾ പോകുന്നത്. അവർക്ക് പരലോക ചിന്ത എന്ന് പറയുന്ന ഒരു ഫിക്ഷനാണ്. ചിലർക്ക് ഒരു ചെറിയ വിശ്വാസമുണ്ട്,